ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസാണ്. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചട്ടി വയ്ക്കാം. ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഓയിൽ ചൂടാവട്ടെ നല്ലോണം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പിടാം. ഉഴുന്ന് പരിപ്പ് നല്ലോണം പൊട്ടിട്ട് ഉഴുന്ന് പരിപ്പ് പൊട്ടി തുടങ്ങി. നമുക്ക് കുറച്ച് പരിപ്പിടാം. പരിപ്പിട്ടതിന് ശേഷം നമുക്ക് ഉണക്കമുളക് ഇടാം. ഇനി കുറച്ച് വേപ്പില ഇടാം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചിയുടെ പേസ്റ്റാണ് ആവശ്യമുള്ളത്. അത് കഴിഞ്ഞ് വെളുത്തുള്ളി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ഇട്ടിരിക്കുന്നത്. അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. നമുക്കിതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ചോറിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ടാൽ മതി. ഇനി ഇത് നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന വരെ ഇളക്കണം. വഴണ്ട് വരുന്നവരെ നമുക്ക് ഇളക്കാം, വെയിറ്റ് ചെയ്യാം. മസാലപ്പൊടികൾ ഇടണം, തക്കാളി ഇടണം. ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ചോറ് ചേർക്കുന്നത്. സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ടൊമാറ്റോ റൈസ്. പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് എല്ലാം റെഡിയാവും. നമ്മൾ സവാള ഒരുവിധം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിവിനനുസരിച്ചിട്ടാൽ മതിയാവും. മല്ലിപ്പൊടി കുറച്ച്, മല്ലിയുടെ ടേസ്റ്റ് കൂടുതലാവാതിരിക്കാൻ കുറച്ച് ലേശം മല്ലിപ്പൊടി. ഒരൽപ്പം കുരുമുളക് പൊടി. നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇടാം. നമുക്ക്
തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നല്ല ഗ്രേവി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. നമ്മൾ ചോറിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ മല്ലിയില ചേർക്കാം. ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റാവുന്ന ഒരു ഡിഷാണ് ടൊമാറ്റോ റൈസ്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.